ഇന്ന് മെയ് 1 ലോകമെമ്പാടും മെയ് ദിനം ആഘോഷിക്കുന്നു. തൊഴിലാളി ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ റാലികളും പരിപാടികളും നടക്കുന്നു. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ 8 മണിക്കൂർ ജോലി സമയത്തിനായി സമരം ചെയ്ത തൊഴിലാളികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയുടെയും പോരാട്ടത്തിന്റെയും സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ സേവനങ്ങളെ ആദരിക്കുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നിവയാണ് ഇതിന്റെ ഉദ്ദേശം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയും റാലികളും ജാഥകളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്ത് ഡീപ് ഫേക്ക് വീഡിയോകൾ വഴിയുള്ള അതിക്രമങ്ങളും വെർച്വൽ ലൈംഗിക പീഡനങ്ങളും വർദ്ധിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം 63-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫോക്സ് ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. സെൻകോമിന്റെ ചീഫായ ബ്രാഡ് കൂപ്പർ അദ്ദേഹം പ്രസിഡന്റ് ട്രംപിനോട് ഇനി ഉള്ള യുദ്ധത്തിന്റെ വരുന്ന നാളുകളിൽ എന്തെല്ലാം ഇറാനിൽ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാമെന്നതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് പറയുന്നത്. US മിലിറ്ററി എന്ന് പറയുന്നത് ടാർഗറ്റ്സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എവിടെയൊക്കെ ഇറാനിൽ എവിടെയൊക്കെ ഏതെല്ലാം മിലിറ്ററി അസറ്റ്സും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും ഹിറ്റ് ചെയ്യാവുന്നതിനുള്ള ടാർഗറ്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പെൻറ്റഗൺ ഒരു പുതിയ ആയുധം, ഒരു പുതിയ വെപ്പൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു വെപ്പൺ അറിയപ്പെടുന്നത് മദർ ഓഫ് ഓൾ ഹൈപ്പർസോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു വെപ്പണിന്റെ പേര് ഡാർക്ക് ഈഗിൾ എന്നാണ്. ഈ ഡാർക്ക് ഈഗിളിന് 2000 മൈൽ അകലെയുള്ള ടാർഗറ്റ്സിനെ വരെ ഹിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. അതായത് ശത്രുരാജ്യത്തിലുള്ള മിസൈൽ ലോഞ്ചേഴ്സിനെ മുഴുവൻ തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആയുധമായിട്ടാണ് ഇതിനെ അവർ പറയപ്പെടുന്നത്. പിന്നെ അവരുടെ കയ്യിൽ ബോംബേഴ്സ് ഉണ്ടെന്നും ബോംബേഴ്സ് യൂസ് ചെയ്യുമെന്നും ബോംബേഴ്സിൽ 5000 pounds ഓഫ് ഹൈപ്പർസോണിക്സിനെ ആം ചെയ്തുകൊണ്ട് അതിന് ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നാളെ എക്സ്പയർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലോക ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. ട്രംപിന് ഒബാമയും ക്ലിന്റണും ഒക്കെ ചെയ്തതുപോലെ ഈ US കോൺഗ്രസിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. US കോൺഗ്രസ് ഇപ്പോൾ പല പോയിന്റ്സും അവർ കഴിഞ്ഞ ദിവസം പീറ്റ് ഹെക്സത്തിനോട് ചോദിച്ചിരുന്നു. ഈ യുദ്ധം തുടരുന്നതിന് എഗൻസ്റ്റ് ആയിട്ടാണ് പല മെമ്പേഴ്സും പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒന്നുകിൽ ഒബാമയും ക്ലിന്റണും ഒക്കെ ചെയ്ത പോലെ US കോൺഗ്രസിനെ ഇഗ്നോർ ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു എയർ സ്ട്രൈക്സിന് കൂടാതെ അഡ്മിറൽ കൂപ്പർ പറയുന്നത് അവർ ഗ്രൗണ്ട് അസോൾട്ടിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. അതായത് കോസ്റ്റ് ലൈനിലും അവരുടെ ഇറാന്റെ സ്ട്രാറ്റജിക് ഐലൻഡ്സിലും ഈ ഒരു ഗ്രൗണ്ട് അസോൾട്ട് നടത്തുന്നതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. ഇതുവരെ അവർ 43 ഷിപ്സ് ഈ ബ്ലോക്കേഡ് കാരണം 44 ഷിപ്സിനെ അവർക്ക് തിരിച്ചയക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ 3 എയർക്രാഫ്റ്റ് കാരിയേഴ്സും അവിടെ ഈ റീജിയനിൽ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞത് അറബ്സും ജൂസും തമ്മിൽ ഒരു മിലിറ്ററി അലയൻസ് അതുപോലെ ഫൈനാൻഷ്യൽ അലയൻസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലില് തങ്ങളുടെ അയൺ ഡോം UAEയുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു വളരെ ജനറസ് ആയിട്ട് തങ്ങളുടെ സിസ്റ്റം ഒരു കൺട്രിയുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഒപെക് എന്ന് പറയുന്നത് തകരാൻ തുടങ്ങുകയാണ് എന്നും ഫോക്സ് റിപ്പോർട്ടർ പറയുന്നു. UAE എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റായി മാറിയിരിക്കുന്നു. അവർ പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൈപ്പ് ലൈൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് സ്കിപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഇവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നു. ബുദ്ധ പൂർണിമയോടനുബന്ധിച്ച് നൽകിയ ഇളവിൽ ഓങ് സാൻ സൂചിയുടെ ശിക്ഷാ കാലാവധി കുറയ്ക്കുകയും അവരെ വീട്ടുതടങ്കലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നലെ, അതായത് ഏപ്രിൽ 30, 2026 ഇറാൻ ദേശീയ പേർഷ്യൻ ഗൾഫ് ദിനമായിട്ട് ആഘോഷിച്ചു. പേർഷ്യൻ ഗൾഫ് മേഖലയുടെ ചരിത്രപരമായ പ്രാധാന്യവും പേരും ഉയർത്തിക്കാട്ടുന്നതിനായാണ് എല്ലാ വർഷവും ഇറാനിൽ ഈ ഒരു ദിനം ആചരിക്കുന്നത്. 1622 സഫാവിദ് ഭരണാധികാരി ഷാ അബ്ബാസ് ഒന്നാമന്റെ നേതൃത്വത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പോർച്ചുഗീസ് നാവികസേനയെ പുറത്താക്കിയതിന്റെ വാർഷികമായാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. ഇറാനിയൻ കലണ്ടറിലെ 2ാമത്തെ മാസമായ ഓർദി ബെഹഷ്ത 10-ാം തീയതിയാണ്. അതായത് ഈ എല്ലാ വർഷവും ഒന്നുകിൽ ഏപ്രിൽ 29 അല്ലെങ്കിൽ 30 ആണ് ഈ ഒരു ഡേറ്റ് വരാറുള്ളത്.
2005 ഇറാൻ ഈ ഒരു ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത്. മേഖലയിലെ ചില അറബ് രാജ്യങ്ങൾ അറേബ്യൻ ഗൾഫ് എന്ന പേര് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഇറാന്റെ നയതന്ത്രപരമായ നീക്കമായിട്ട് ഈ ഒരു ദിനാചരണത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള മുസ്തഫ ഖമേനി ഇന്നലെ നൽകിയ സന്ദേശത്തിൽ പേർഷ്യൻ ഗൾഫിന്റെ ഭാവി അമേരിക്കൻ സാന്നിധ്യമില്ലാത്ത ഒന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. നിലവിലെ US ഉപരോധങ്ങൾക്കും മേഖലയിലെ പിരിമുറുക്കങ്ങൾക്കുമിടയിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തെക്കൻ തീരദേശ പ്രവിശ്യകളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നാവിക പരേഡുകളും ഈ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു.